മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തിൽ ഒരു സാമിരി ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് താഹയിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണത്. ആ സാമിരിയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അദ്ദേഹം ഇസ്രായേൽ സമൂഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില ആഭരണങ്ങളോ അല്ലെങ്കിൽ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ഒക്കെ വരുത്തിയിട്ട് അതെല്ലാം കൂടി ഒരുക്കിയിട്ട് ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി. ആ പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കിയിട്ട് അയാൾ അതാണ് നിങ്ങളുടെ ദൈവം, മൂസ തൽക്കാലം ദൈവത്തെ മറന്നു പോയതാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതിന് പൂജിക്കണം അവരോട് ആവശ്യപ്പെട്ടു. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാം ഈ വിവരം അറിഞ്ഞ് വളരെ കോപത്തോടു കൂടിയാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് സാമിരിയോട് ചോദിക്കുന്നുണ്ട്, നിന്നെ ഇതിന് പ്രേരിപ്പിച്ചത്, ഇങ്ങനെ ഒരു സംഗതി ചെയ്യാനും ഈ സമൂഹത്തെ വഴിതെറ്റിക്കാനും നിന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്താണ് സാമിരി എന്ന് മൂസാ നബി അലൈഹി സ്വലാം സാമിരിയോട് ചോദിക്കുമ്പോൾ സാമിരി അദ്ദേഹത്തോട് പറയുന്നൊരു വാക്കുണ്ട്. ലഖദ് ഖബൽതു ഖബളത്തൻ മിൻ അസരി റസൂലി, ഞാൻ ആ ദൂതൻ്റെ കാൽപ്പാടിൽ നിന്ന് ഒരു പിടി വാരിയിരുന്നു എന്നാണ്. ഖബൽതു ഖബളത്തൻ, ഒരു പിടി മണ്ണ് ആയിരിക്കാം വാരി. അൽഖൈതുഹ, അങ്ങനെ ആ പിടി മണ്ണാണ് ഞാൻ ഇതിലിട്ടിട്ട് പശുക്കുടിയുടെ രൂപം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെന്തോ ഒരു മഹത്വമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇസ്രായേലികൾക്ക് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ സാമിരി അതിലൂടെ പറയുന്നത് എന്നെ മൂസാ നബി എന്നെ ആക്ഷേപിക്കാൻ ഇതിൽ ഒപ്പൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ടാണ് അത്ര ധൈര്യമായിട്ട് സാമിരിക്ക് തൻ്റെ ഈ ചെയ്തിയെ ന്യായീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കാന്തപുരം മുസ്ലിയാർ അദ്ദേഹം നേരത്തെ തന്നെ കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങിയിട്ടുള്ളൊരു ഏർപ്പാടാണ് നാട്ടിലുള്ള എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും കൊടിപിടിക്കുക മാത്രമല്ല അതിനൊക്കെ പ്രചാരം നൽകുക എന്നത്. അത് അദ്ദേഹത്തിൻ്റെ നാളിതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ബോധ്യപ്പെടുന്നൊരു സംഗതിയാണ്. അതിൻ്റെ ഏറ്റവും യുഗുപ്സാവഹമായിട്ടുള്ള ഒരു രീതിയായിരുന്നു തിരുകേശം. തിരുകേശത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്നും പറഞ്ഞ് ബോംബെയിൽ നിന്ന് 2 കെട്ട് മുടിയായിട്ട് വന്നിട്ട് അത് കേരളത്തിലൊക്കെ പ്രചരിപ്പിച്ചൊരു കഥ നമ്മളാരും മറന്നുപോയിട്ടില്ല. അന്ന് കേരളത്തിലെ നല്ലൊരു ഭാഗം പണ്ഡിതന്മാർ അതിനെ വളരെ ശക്തമായി നേരിടുകയും അദ്ദേഹം അവസാനം ഉത്തരം മുട്ടിയിട്ട് അദ്ദേഹം മാളത്തിൽ ഒളിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അന്ന് അവരിവിടെ പ്രചരിപ്പിച്ചിരുന്ന എന്താണ്, ഈ തിരുകേശത്തിൻ്റെ പേരിൽ ഒരു പള്ളി പണിയാൻ പോകുന്നു പറഞ്ഞിട്ട് അതിന് ഇദ്ദേഹം കുറേ പിരിവൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പള്ളിയൊന്നും പണിതതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. ആ പൈസ എന്താക്കി, അന്ന് പിരിച്ചെടുത്ത സംഖ്യ എന്താക്കി എന്നതിനെ സംബന്ധിച്ചും നമ്മൾക്ക് കേരളീയ സമൂഹത്തിന് മുസ്ലിം സമൂഹത്തിന് ഒരു പിടിപാടുമില്ല. മൊത്തം മുസ്ലിം സമൂഹത്തിന് വേണ്ട, അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് പോലും പിടിപാടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇത്തരം ആളുകൾക്ക് തങ്ങൾ ശേഖരിക്കുന്ന സമ്പത്ത് എങ്ങനെ ചെലവഴിക്കുന്നതോ അതിൻ്റെ വരും വരായികൾ എന്താണ് എന്നതൊന്നും സമൂഹത്തെ ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യത അവർക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കയ്യിൽ കിട്ടുന്ന കാശ് എങ്ങനെയും ചെലവഴിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അതിനെ കണക്കും മറ്റൊന്നും കേരളീയ സമൂഹത്തെ അറിയിക്കാതെ പോയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്യമായിട്ട് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പേരിൽ പിരിച്ചെടുത്ത കാശും അവർ പൊതുജനത്തെ അറിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അത് ചെയ്തിട്ടില്ല. പിന്നെയും നിരന്തരമായിട്ട് അദ്ദേഹം കൊല്ലം തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞ് ഏതോ ഒരു കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന മുടിയെടുത്തുകൊണ്ട് വന്നിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് അതാണ് ഈ തൻ്റെ അനുയായികളെയൊക്കെ കുടിപ്പിക്കുന്നത്. ചെറുവാടിയിലെ ഒരു സംഭവം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മദ്രസയിൽ ആ മദ്രസയിലെ അധ്യാപകൻ കുട്ടികൾക്കൊക്കെ വിതരണം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയിട്ട വെള്ളം കാരന്തൂരിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അവർ വീട്ടിൽ വെള്ളത്തി കുപ്പിയിലാക്കി വെച്ചു. അപ്പോൾ ഈ കുപ്പി വീട്ടിലെത്തിയപ്പോൾ ആ വീട്ടുകാരി ആ കുപ്പി ഇതിനെ തുറന്നിട്ട് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ അതിലും മുടി.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി പറഞ്ഞാൽ ഇയാൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തന്നെ ഒരു മുടിയല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ മുടി വളരുന്നത് പോലെ മുടി പെറ്റ് പെരുകുക എന്നുള്ളത് വേറൊരു ചോദ്യം അവിടെ ഉണ്ട്. അങ്ങനെ ചിലപ്പോൾ മുടി പെറ്റ് പെരുകിയതാവാം. ഈ കുപ്പിവെള്ളത്തിനും മുടി കൊണ്ടു. അങ്ങനെ ആ സ്ത്രീ ആ അധ്യാപകനെ കണക്കറ്റ് പറഞ്ഞു എന്നാണ്. ആ സ്ത്രീ തൻ്റെ മകൾ വീട്ടിൽ വരുമ്പോൾ, കെട്ടിച്ചയച്ച മകൾ വീട്ടിൽ വരുമ്പോൾ ആ മകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ പിന്നെ മകൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഇതിൽ മുടി കണ്ടോടുകൂടി ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയം കൊടുക്കുകയും അതര ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടാണ്. ഇവിടെ ഈ മുടി വെള്ളത്തിൻ്റെ പേരിൽ ഇയാൾ വാങ്ങിക്കൂട്ടുന്ന, കൊല്ലം തോറും വാങ്ങിക്കൂട്ടുന്ന കാശ് എത്രയാണ് എന്നതാണ് ഒരു വശം. രണ്ടാമത് ഇപ്പോൾ അയാൾ പറയുന്ന സംഗതി എന്താണ്? പണ്ട് സാമിരി പറഞ്ഞ അതേപോലുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ അയാൾ പറയുന്നത്. അയാളുടെ കയ്യിലുള്ള മുടി 1/2 സെൻറ്റിമീറ്ററോ മറ്റോ എന്തോ സെൻറ്റിമീറ്ററിൻ്റെ കണക്ക് അയാൾ പറയുന്നുണ്ട്, വളർന്നിട്ടുണ്ട് പോലും. ഇവിടെ സ്വാഭാവികമായിട്ടും സാമാന്യ ബുദ്ധിക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. ഒന്ന്, ഇയാൾ ഈ മുടി മറ്റാരെങ്കിലും കാണിച്ചിട്ട്, ഏറ്റവും ചുരുങ്ങിയത് 2 സാക്ഷികൾ, അങ്ങനെ ഉണ്ടല്ലോ ഇസ്ലാമിൽ ഏത് സംഗതിക്കും സമൂഹവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 2 സാക്ഷികളെ സാക്ഷി നിർത്താനുള്ളൊരു ഏർപ്പാടുണ്ട്. ഈ മുടി ഇദ്ദേഹം 2 സാക്ഷികളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഇത് ഇന്നിപ്പോൾ ഇത്ര സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇനി നമുക്കൊന്ന് നോക്കാം കൊല്ലങ്ങൾ കൊണ്ട് ഇതെത്ര വളരും. ഇങ്ങനെ അദ്ദേഹം ചെയ്തിരുന്നുവോ? ചിലപ്പോൾ അദ്ദേഹത്തിന് ഇതിനു വേണ്ടി കള്ളസാക്ഷികൾ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും, അത് നിഷേധിക്കാനും കഴിയില്ല. പക്ഷേ സമൂഹത്തിന് മൊത്തത്തിൽ വിശ്വാസമുള്ള ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇത് തെളിയിക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി മുടി വളരുക എന്നുള്ളത് എന്തുകൊണ്ടാണ്? സാധാരണ ഒരു മനുഷ്യൻ്റെ തലയിൽ അല്ലെങ്കിൽ തലയിലുള്ള രോമം, മുടി, അത് സ്വാഭാവികമായിട്ടും 1 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും ഒന്നും അല്ലല്ലോ സാധാരണഗതിയിൽ വളരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം ഇയാളെ കയ്യിൽ കിട്ടിയ വർഷങ്ങളായി ഇയാൾ സൂക്ഷിച്ചു വരുന്ന ഈ മുടി ഇത്രയും കാലം കൊണ്ട് 1/2 സെൻറ്റിമീറ്റർ മാത്രമാണോ നീണ്ടിട്ടുള്ളത്? അതിന് മരിച്ചുപോയൊരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജീവനുള്ള മനുഷ്യൻ്റെ തന്നെ തലയിൽ നിന്ന് വരണ്ടിയെടുത്തൊരു മുടി അത് ഇങ്ങനെ വളരുമെന്ന് എന്നതിന് എന്താണ് തെളിവുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി വളരും എന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇയാൾ നബീൻ്റെ പേരിൽ പച്ച കള്ളം പറയല്ല ചെയ്യണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളം പറയുന്നവൻ്റെ സ്ഥാനം ഇവിടെയാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ. എൻ്റെ പേരിൽ കള്ളം പറയുന്നവൻ്റെ സ്ഥാനം അത് നരകമാണ്, നരകത്തിൽ അവൻ സ്ഥാനം ഉറപ്പിച്ചോട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇയാൾക്ക് ബാധകമാവൂലേ? ഇതൊക്കെ ഇതിനുള്ള ചോദ്യമാണ്. അപ്പം നബിയുടെ പേരിൽ എന്ത് കള്ളത്തരവും പറഞ്ഞിട്ട് പണം തട്ടാനുള്ള തട്ടിപ്പ് വീരൻ എന്ന് മാത്രമാണ് ഈ കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന സംഗതി. അതുകൊണ്ടും തീർന്നില്ല. അദ്ദേഹം ഇവിടെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി മാത്രമല്ല, നബിയുടെ ഉമിനീര് കലർന്ന നീരുതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 1400 പരം വർഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് എവിടെ നിന്നാണാവോ അയാൾക്ക് കിട്ടിയിട്ടുള്ളത്? അല്ലെങ്കിൽ ഉമിനീര് പുരണ്ടത് എന്ന് പറയുന്ന ഏത് സാധനമാണ് ഇയാൾക്ക് കിട്ടിയിട്ടുള്ളത്? ഇത് ഇയാൾ വ്യക്തമാക്കേണ്ടതാണ്. മൂന്നാമത്തെ സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിൽ നിന്നുള്ള അവിടെ നിന്നൊക്കെ തുടച്ചെടുത്ത പൊടി ഇതിലിട്ടിട്ടുണ്ട്. ഇങ്ങനെ പൊടി ഉപയോഗിച്ചായിട്ട് മണ്ണിട്ടായിട്ട് ആളുകളെ വെള്ളം കുടിപ്പിക്കാനുള്ളത് ഇസ്ലാമിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത ഇയാളൊരു പണ്ഡിതനാണെങ്കിൽ, അതോ പണ്ഡിത വേഷധാരിയാണെങ്കിൽ പിന്നെ നമുക്ക് പറയാനില്ല, ഇയാളൊരു പണ്ഡിതനാണെങ്കിൽ ഇയാൾക്ക് അതിന് ബാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ സാമിരിയോട് പറഞ്ഞ മാതിരി തന്നെ ആ റസൂലിൻ്റെ ദൂതൻ്റെ കാൽക്കീഴിൽ നിന്ന് വാരിയെടുത്തിട്ടുള്ള മൺപിടി, ഒരു പിടി മണ്ണ്, ആ ഒരു പിടി മണ്ണാണ് ഇപ്പോൾ ഇയാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിൽ നിന്ന് വാരിക്കൂട്ടിയിട്ടുള്ളതെന്നോ വടിച്ചെടുത്തിട്ടുള്ളതെന്നോ ഒക്കെ പറയുന്ന ഈ മൺതരി എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അതുപോലും അസംബന്ധമല്ലേ? കാരണം മദീനയിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ള ആളുകൾക്കറിയാമല്ലോ, അവിടെ വെച്ച് അങ്ങനെ ഒരു പൊടിയും തട്ടിയെടുക്കാൻ കഴിയില്ല, വടിച്ചെടുക്കാൻ കഴിയില്ല ഉള്ളത്. അങ്ങനെ ഒരുത്തനാണെന്ന് വടിക്കുന്നുണ്ടെങ്കിൽ അവൻ ഏത് വലിയ മഹാനുഭാവനായിരുന്നാലും ഉടനെ തന്നെ അയാളെ പോലീസ് പിടികൂടുന്നുള്ളതാണ്. അപ്പോൾ ഇയാൾക്ക് എവിടെ നിന്ന് ഇത് കിട്ടിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്.
പിന്നെ അദ്ദേഹം പറയുന്നത് ഇത് കൂടാതെ വേറെയും ചില ചേരുവകൾ അതിലിട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ മനുഷ്യനെ മയക്കാനുള്ള വല്ല ചേരുവയും ഇയാൾ ഇതിലിട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു പരിശോധന കൂടി വെള്ളത്തിൻ്റെ കാര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായിരുന്നാലും ഈ വിശുദ്ധ ഖുർആന് ഇത്തരം പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള സംഗതിയുണ്ട്. സൂറത്ത് തൗബയിൽ യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയക്കുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ. വിശ്വാസികളെ മിക്ക പുരോഹിതന്മാരും ഈ സന്യാസിമാരും ഒക്കെ മനുഷ്യരുടെ സമ്പത്ത് അന്യായമായിട്ട് തിന്നു മുടിക്കുകയാണ് ചെയ്യുന്നതെന്നാണ്. ഇത് തന്നെയാണ് ഇവിടെ കാന്തപുര ഉസ്താദും ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ ആളുകളുടെ കീശയിലുള്ള കാശ് അതെങ്ങനെയെങ്കിലും കൈക്കലാക്കുകയും എന്നിട്ട് തങ്ങളുടെ ആർഭാടത്തിനും വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഇത് ഉപയോഗിക്കുകയും ചെയ്യാന്നുള്ളതാണ് ഒരു സംഗതി. അതിലേറെ ദുഃഖകരമായിട്ടുള്ള സംഗതി ഈ പണ്ഡിത വേഷധാരികളായിട്ടുള്ള ആളുകളെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇയാളാണ് ഇസ്ലാമിൻ്റെ, ഇവരൊക്കെയാണ് ഇസ്ലാമിൻ്റെ മാതൃകകൾ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കുന്ന അംഗീകരിക്കുന്ന ഒരു പറ്റം മനുഷ്യർ ഇവിടെ ഉണ്ട്. ഈ മനുഷ്യരെയൊക്കെ ദുർമാർഗത്തിലേക്ക് വലാലത്തിലേക്ക് തള്ളിവിടാണ് ഇവർ ചെയ്യണമെന്നുള്ളതാണ്. അന്ധവിശ്വാസവും അനാചാരവും പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ കീശയിൽ കിടക്കുന്ന കയ്യിലുള്ള കാശ് പിടുങ്ങാനുള്ള നല്ല ബോധത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഇവിടെ കാന്തപുരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ മനസ്സിലാവും ഇയാൾക്ക് ഇത് പറയാനുള്ള ശാരീരികമായിട്ടുള്ള ശേഷി പോലുമില്ല. അദ്ദേഹം ആ മൈക്കിൻ്റെ ഇത് പിടിക്കണ തന്നെ അത് കയ്യിൽ നിന്ന് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പിടിച്ച് നിൽക്കാൻ പോലുള്ള ആരോഗ്യമില്ലാത്തൊരു മനുഷ്യൻ ഖബറിലേക്ക് കാല് നീട്ടിയിരിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ചെറ്റത്തരം പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് മനുഷ്യരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നത് ഇയാൾക്ക് പരലോകത്തിൽ വിശ്വാസമുണ്ടോ എന്നത് പോലും സംശയിച്ചു പോകാൻ പോകുന്ന സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിൽപ്പന ചരക്കാക്കുകയും എന്നിട്ട് അതിൻ്റെ പേരിൽ കാശ് തട്ടി സമൂഹത്തിൽ സ്ഥാനം നേടുകയും ഒക്കെ ചെയ്യുന്ന ഇവന്മാരെ പറ്റിയൊക്കെ എന്താണ് പറയേണ്ടത്? ഇനി നമ്മുടെ നാട്ടിലെ പുരോഗമനവാദികളായിട്ടുള്ള മതേതരക്കാരായിട്ടുള്ള ആളുകൾക്കും ഇതിലൊരു ബാധ്യത ഉണ്ട്. അവർ ഇവിടെ ഈ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് അതിന് പ്രോത്സാഹനം നൽകുന്നതിന് ഇതിൽക്കാലം വരെ നിയമം ഉണ്ടാക്കിയിട്ടില്ല. പലപ്പോഴും പലരും പല ഘട്ടങ്ങളിലും അവരോട് നിയമം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഉണ്ട്. നിയമം ഉണ്ടാക്കാനുള്ള ശ്രമം അവർ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്, ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനവർ ധൈര്യപ്പെടില്ല എന്നുള്ള കാരണം എന്താണ്? അവർക്ക് പ്രധാനം വോട്ട് ബാങ്കാണ്. അപ്പോൾ ഇവരൊക്കെ വെറുപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ വോട്ട് കിട്ടില്ല എന്നുള്ള ഒരു പേടി ഇവരൊക്കെ പിടികൂടുന്നുണ്ട്. അപ്പോൾ ഈ വോട്ട് പേടിയാണ് യഥാർത്ഥത്തിൽ ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളെ ഒരിക്കൽ പോലും ചോദ്യം ചെയ്യാൻ വരെ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോഴും ഈ ആളുകളുടെ ഒക്കെ പിൻബലത്തിന് വേണ്ടി അവരുടെ ആനുകൂല്യത്തിന് വേണ്ടി കാത്തുകെട്ടിക്കിടക്കുകയാണ് ഇവിടുത്തെ ഇത്തരത്തിലുള്ള പുരോഗമനവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള മുഖമൂടി എന്ന് പറയുന്നത് അത് കാപഢ്യത്തിൻ്റേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള പുരോഹിതന്മാരും മറുഭാഗത്ത് കപടമുഖന്മാരായിട്ടുള്ള മതേതരവാദികളും ഇവരാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ അന്ധവിശ്വാസവും അനാചാരങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് വെള്ളവും വളവുമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. എന്തായിരുന്നാലും കാന്തപുരത്തെ സംഭവത്തിൻ്റെ ഈ ഒരു കോപ്രായം അത് അദ്ദേഹത്തിന് പരലോകത്തിൽ വിശ്വാസമുണ്ടോ എന്നത് ചോദ്യം ചെയ്യാൻ മാത്രം പോകുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റായിട്ടേ കാണാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ അല്പമെങ്കിലും നോളുള്ള ആളുകൾ അവരിതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുണ്ട്. ഈ മനുഷ്യൻ പറയുന്നത് എന്ത് തോന്നിവാസമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇയാൾ വിൽപ്പന ചരക്കാക്കിയതിൻ്റെ പരിണതി എന്തായി തീരുമെന്നും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഇയാളുടെ ഈ പൈശാചിക വലയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അവർ കൈക്കൊള്ളേണ്ടത് എന്നാണ് അവരോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ മനുഷ്യനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, ആ മനുഷ്യ മരിക്കാൻ സമയമായിട്ടുണ്ട്, ഇനിയെങ്കിലും ഈ കോപ്രായങ്ങളും അതുപോലത്തെ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഷിർക്കിനും കുഫറിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഈ അന്ധവിശ്വാസങ്ങളിൽ നോക്ക് ഒന്ന് രക്ഷപ്പെട്ട്
അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണമെന്നാണ് അദ്ദേഹത്തോട് നമ്മൾക്ക് പറയാനുള്ളത്.